ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ മീഷോ പ്രൊഡക്ട്സായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സാണ്. ഒരു 150 ml ഒക്കെ കപ്പാസിറ്റിയുള്ള കണ്ടെയ്നേഴ്സാണ്. മെറ്റീരിയൽ വന്നിട്ട് ഗ്ലാസ്സാണ്. ലിഡ് വന്നിട്ട് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പക്കാ പ്ലാസ്റ്റിക് തന്നെയാണ്. ഒരുപാട് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക്കാണെന്നോ ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ഒരു കണ്ടെയ്നറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന കണ്ടെയ്നറാണ്. നല്ല ഹൈ ക്വാളിറ്റി ഗ്ലാസ്സിൽ തന്നെ വരുന്ന കണ്ടെയ്നറാണ്. പക്ഷേങ്കിൽ ലിഡ് അത്ര തന്നെ ക്വാളിറ്റി ഇല്ല കേട്ടോ. ലോ പ്ലാസ്റ്റിക്കിലാണെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. കയ്യിൽ നിന്ന് വീണ് പോയാലൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 303 രൂപയായിരുന്നു കേട്ടോ മീഷോയിൽ. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ആവാമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. എന്തായാലും നമുക്ക് ജീരകം, ഉലുവ, കടുക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇട്ട് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്ത പ്രൊഡക്റ്റ്. ഇത് എന്താ പറയുക, ഒരു 4 കണ്ടെയ്നേഴ്സും അതിൻ്റെ ട്രേയും വരുന്ന ഒരു സെറ്റാണ്. മെലാമിനാണ് മെറ്റീരിയൽ വന്നിട്ട്. കണ്ടാൽ സെറാമിക് ആണെന്നേ തോന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇതിൻ്റെ ലിഡും നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലിഡാണ്. പിന്നെ കൂട്ടത്തിൽ ഒരു ട്രേയും കൊടുത്തിട്ടുണ്ടല്ലോ, അതും നല്ല ഭംഗിയുണ്ട്. ആ ട്രേയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം. ലിഡ് കണ്ടോ, നല്ല ടൈറ്റാണ് കേട്ടോ. പിന്നെ എയർ കടക്കൊന്നുമില്ല, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അച്ചാർ അല്ലെങ്കിൽ ക്യാൻഡീസ്, സ്വീറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇതിങ്ങനെ ടേബിളിലോ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മെലാമിനിൽ നല്ല ഹൈ ക്വാളിറ്റി മെലാമിനിൽ വരുന്ന കണ്ടെയ്നേഴ്സാണ്. പിന്നെ ഈ ഒരു ട്രേയും പറഞ്ഞല്ലോ, ഏതോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽസിൻ്റെ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെയാണ് ട്രേയും ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രേ മാത്രമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ചായ, കോഫിയോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ സെർവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 602 രൂപയായിരുന്നു കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല ഭംഗിയുണ്ട്, എടുത്തു പറയേണ്ടതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇത് കുറച്ച് ടവൽസാണ്. നമുക്ക് കിച്ചണിൽ അതുപോലെ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നാപ്കിൻസാണ്. 6 വരുന്ന ഒരു സെറ്റാണ്. ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് മീൻസ് ഒരുപാട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ, ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വൈപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മെറ്റീരിയലാണ്. പിന്നെ അത് ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് വേറൊരു ക്ലോത്താണ് കേട്ടോ വരുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ ഈസിയാണ്. ഇപ്പോൾ കുട്ടികളുള്ളവർക്കാണെങ്കിൽ നല്ല ഉപകാരപ്പെടും കേട്ടോ. ഇത് വാങ്ങിച്ചാൽ കുട്ടികളെ സ്കിന്നൊക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് കിച്ചണിലൊക്കെ വെച്ചാൽ കൈ തുടയ്ക്കാനും അതുപോലെ വാഷ് ബേസിൻ്റെ അടുത്ത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. ഒരുപാട് വലുപ്പമില്ല, ചെറുതാണ്. പക്ഷേ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 161 രൂപയായിരുന്നു കേട്ടോ, ഈ ഒരു 6 വരുന്നൊരു സെറ്റിന്. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവരൊക്കെ എന്തായാലും വാങ്ങിച്ചോളൂ കേട്ടോ. ആ ഒരു പ്രൈസിന് 6 കിട്ടുകയെന്ന് പറഞ്ഞത് എന്തായാലും വേർത്താണ്. പിന്നെ കുട്ടികളുടെ സ്കിന്നിനൊക്കെ നമുക്ക് സ്കിന്നൊക്കെ തുടയ്ക്കാനും ഒക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ. അത്രയും സോഫ്റ്റായുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ്, കാണാനും നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുള്ള 6 ടവൽസാണ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു ഷൂറാക്കാണ്. നമ്മളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാരി എന്നോ പറയുന്നുണ്ട്, കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഷൂറാക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ. ആ ഒരു ഉദ്ദേശിച്ച ഷൂറാക്ക് ഇതന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ടൈപ്പ് ഷൂറാക്കും മീഷോയിലുണ്ട്. 1000 എബോ റേഞ്ചിലൊക്കെ വരുന്ന ഷൂറാക്കുണ്ട്. ഇനിയിപ്പോൾ അതാണോ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഷൂറാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക്കാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫിക്സ് ചെയ്തെടുക്കുക എന്ന് പറയാം ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ കുറേ നേരം പാടുവിട്ടതിന് ശേഷമാണ് ഇതൊന്ന് ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുള്ളത്. കാരണം ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക.
അതിങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യൽ കുറച്ചൊരു ടാസ്ക്കുള്ള പണിയാണ്. പിന്നെ 6 ലെയറിലാണ് വരുന്നത്. പിന്നെ ഓരോ ലെയറിലും ഒരു 2 ഷൂവോ ചപ്പൽസോ വെക്കാൻ കഴിയുമായിരിക്കും. അത്രേ സ്പേസ് കിട്ടും. സ്പേസ് കുറവാണ് ഓരോ ലെയറിലും. പക്ഷേങ്കിൽ 6 ലെയർ ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഷൂ വെക്കാം അങ്ങനെ കേട്ടോ. പിന്നെ നമുക്കിത് ഷൂ വെക്കാൻ മാത്രമല്ല കേട്ടോ, ബുക്ക്, അതുപോലെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കിച്ചൺ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും അടിപൊളിയായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന റാക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 403 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ വർത്താണ്. ഇനിയിപ്പോൾ അത് അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു എന്താ പറയുക, ഒരു റാക്കാണ് കേട്ടോ. സോറി, റാക്കല്ല, ഒരു ഹോൾഡർ. അതായത് മോപ്പും അതുപോലെ നമുക്ക് ചൂല്, പിന്നെ വലിയ വലിയ ബ്രഷ് ഉണ്ടാവില്ലേ, ബാത്റൂം കഴുകുന്ന ബ്രഷ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഹോൾഡറാണ്. സ്റ്റീലാണ് മെറ്റീരിയൽ വന്നിട്ട്. ഇത് ഫിക്സ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹോൾഡറാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഹാങ് ചെയ്ത് ഇടാം, അതുപോലെ ഹുക്ക് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മോപ്പും അതുപോലെ നമുക്ക് ചൂലൊക്കെ എങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നോളൂ കേട്ടോ. പിന്നെ വീണ് പോകുന്നില്ല. പിന്നെ വെച്ചിട്ട് ഈ ഒരു ഹോൾഡറിനും നല്ല വെയിറ്റ്, നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലിന് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹോളൊക്കെ ഉള്ള ചൂലുകളൊക്കെ ഉണ്ടാവില്ലേ, ചൂല്, ബ്രഷ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിൽ ഹാങ് ചെയ്ത് വിടാം കേട്ടോ. അതിനുള്ള ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് 350 രൂപയായിരുന്നു കേട്ടോ. അത്യാവശ്യം പ്രൈസാണ്. പക്ഷേ ആ പ്രൈസിന് വേർത്തുള്ള പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഹോൾഡറാണ് കേട്ടോ. അപ്പം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും